ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട കൊണ്ടിട്ട് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 20 കാടമുട്ട കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൽ 18 ആണ് കിട്ടിയിട്ടുള്ളൂ, 2 പൊട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് നല്ലപോലെ കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് ഒരു കാഭാഗം വലിയ ഉള്ളിയാണ് വേണ്ടത്, സവാളാണ് വേണ്ടത്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് പിന്നെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതലോ കുറക്കോ എന്ത് ചെയ്യാം. പിന്നെ പെരിഞ്ചീരക പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കട്ടോ. പിന്നെ ഗരം മസാല എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഗരം മസാല 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി അതേപോലെ തന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇടട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പാണ്, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ സൗണ്ടിൻ്റെ തീരെ ക്ലിയർ ആയില്ല കേട്ടോ, ഒന്നുകൂടി റെഡി ആവാനുണ്ട്. പിന്നെ നമ്മളിതാ കട്ടത്തൈരാണ്, പുളിയില്ലാത്ത കട്ടത്തൈരാണ് ചേർക്കേണ്ടത്, അതും 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും ചേർക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്ത പോലിട്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, ചെറിയ ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് ഒന്നും കൂടി അരയ്ക്കുക കേട്ടോ. ഇത് 3 കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ കേട്ടോ വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കാടമുട്ട നല്ലപോലെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ ആയിരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് അതിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ചേർക്കട്ടോ. ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കട്ടോ. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതേപോലെ അപ്പുറമൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളർ വ്യത്യാസം വരുന്നവരെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയായിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് നമ്മൾ ഇതിൽ മൊത്തത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കട്ടോ. എല്ലാ കാടമുട്ടയിലും നല്ല മിക്സ് ആവണം കേട്ടോ. നല്ല മിക്സ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ എല്ലാ കാടമുട്ടയിലും. അപ്പോൾ ഇതിൻ്റെ കളറിന് വ്യത്യാസമാണ്, അതുകൊണ്ടിട്ടാണ് ഇതിന് ഷവായ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കാടമുട്ട ഷവായാണ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങളൊരു ക്യാപ്സിക്കം കൂടി ഒന്ന് ആഡ് ചെയ്ത് മിക്സിയിൽ അടിക്കുമ്പോൾ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തതാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിതാ അടിപൊളി കാടമുട്ട ഷവായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറന്നു പോകരുത്, സപ്പോർട്ട് ചെയ്യുക. ആർക്കും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് അയച്ചെടുക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വീണ്ടും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.